കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന ജനങ്ങളോട് ഒരു പ്രസ്താവന കർത്താവ് പറയുന്നു. യേശുവിനെക്കുറിച്ച് തന്നെ യേശു കർത്താവ് ഒരു പ്രസ്താവന ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കാനാണ് വന്നത്. യേശു ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമി അന്ധകാര നിബിഡമായിരുന്നു. പാപത്താൽ നിറയപ്പെട്ട് ദൈവശബ്ദം കേൾക്കാനില്ലാതെ ആ ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർ, അവരെക്കുറിച്ച് പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ ആഗ്രഹം യേശു വെളിച്ചമായി തീരുക മാത്രമല്ല, നമ്മൾ ഇരുളിൽ നടക്കാതിരിക്കുക, മനുഷ്യർ ഇരുളിൽ നടക്കാതിരിക്കുക. ഇരുളിൽ നടക്കുമ്പോഴുള്ള പ്രശ്നം, എവിടെയാണ് കാല് വയ്ക്കേണ്ടത് നമുക്കറിയത്തില്ല, എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്കറിയത്തില്ല, നാളെ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വഴി കാണാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇരുളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. എന്നാൽ യേശു കർത്താവ് പറയുക, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരായിത്തീരും. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ആ യേശുവിനെ അനുഗമിക്കാം. നമുക്ക് ആ യേശുവിനെ അനുഗമിക്കുമ്പോൾ, നമ്മൾ ആ കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ഇരുളി മാറി വെളിച്ചമുള്ളവരായിത്തീരും. നമുക്ക് വഴി കാണാൻ പറ്റും. നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകും. അതിൻ്റെ കാരണം, യേശു നമ്മുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ കൂടെയാണ് ഞാൻ വസിക്കുന്നത്, യേശുവിൻ്റെ കൂടെയാണ് നടക്കുന്നത്. യേശു എൻ്റെ നായകനായതുകൊണ്ട്, ഞാൻ യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട്. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവർ. നമുക്ക് യേശുവിനെ അനുഗമിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുഗമിക്കാൻ കൊള്ളുന്ന ഒരാൾ യേശു മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. അവിടെ നമുക്ക് യേശുവിനെ അനുഗമിക്കാം. യേശുവിനെ നമ്മൾ അനുഗമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചമുള്ളവരാകുമെന്ന് മാത്രമല്ല, നമ്മൾ ജീവൻ്റെ വെളിച്ചമുള്ളവരായി, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി, നമ്മൾ ഏറ്റവും അനുഗ്രഹമായി തീരാനിടയായിത്തീരും. നമ്മളെ കർത്താവ് വെളിച്ചമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ കർത്താവ് വെളിച്ചമാക്കി മറ്റുള്ളവർക്ക്, ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചം കൊടുക്കാൻ നമ്മളെ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുവിനെ ഇന്നു പകലും നമുക്ക് അനുഗമിക്കാം. ഇന്നു പകലും നമ്മുടെ ജീവിതം വെളിച്ചമുള്ളതാകട്ടെ, ഇരുളിലെ മാറ്റുന്നതാകട്ടെ. ഇരുളില്ലാത്ത ഒരു നല്ല ജീവിതം നയിക്കാൻ കർത്താവ് ഇന്നു പകലും നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നവരാ. ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവരായി തീരാൻ കർത്താവെ നല്ല വ്യക്തമായി കർത്താവ് വഴി കാണുന്ന പോലെ ഞങ്ങൾക്ക് വ്യക്തമായ തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ പിതാവെ, അങ്ങ് ഞങ്ങളെ ഇന്ന് പകലും സഹായിക്കണം. ഇന്ന് പകൽ കർത്താവിൻ്റെ ആ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് യേശുവിനെ അനുഗമിക്കാം. ജീവൻ്റെ വെളിച്ചമുള്ളവരായി തീരാൻ കർത്താവ് ഇന്ന് പകലും നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ.